ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം കാണുന്ന ദൂരത്തും ചാരത്തുമായി കൂടിയിരിക്കുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരും ഹെരോദരും കൂടി അവന്റെ അടുക്കൽ അയച്ചു, ഗുരു നീ സത്യമായവനും ദൈവത്തിന്റെ വഴികളുമായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകിയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. മഹാപരിശുദ്ധനും സഖിയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം. ഇരുട്ടിന്റെ എല്ലാ ശക്തികളും മാറിപ്പോകട്ടെ. ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ, മാനുഷിക ശക്തികളെ, ഹൃദയ മണ്ഡലങ്ങളെ മുഴുവാക്കുന്ന, വാക്കുകളെ കുടുക്കുന്ന, വാക്കുകളെ വേദനപ്പെടുത്തുന്ന, ചില വാക്കുകളാൽ മുറിയപ്പെടുന്ന അവസ്ഥകൾ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. എല്ലാ വാക്കിന്റെ മുറിയപ്പെട്ട അവസ്ഥകൾ, ഹൃദയത്തിന്റെ ഉണങ്ങാത്ത മുറിവുകൾ എല്ലാം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായ ഒരു സൗഖ്യത്തെ, വിടുതലിനെ കൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അവിടുത്തെ തിരുവചനമാണ് കർത്താവ്. ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശു കൂടുന്ന എല്ലായിടത്തും ആയിരങ്ങൾ, പതിനായിരങ്ങൾ കൂടിയത് കാരണം, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് കാരണം, പരീശന്മാരും ശാസ്ത്രിയന്മാരും എല്ലാവരും യേശുവിനെ വാക്കിനാൽ കൊടുക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിത വേളകളിലും വാക്കിനാൽ കൊടുക്കുന്ന ചില പരീശന്മാരും ചില ശാസ്ത്രികളും ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരും ഇതുപോലാണ് നമ്മെ വാക്കി കൊടുക്കുവാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലാണ് പരീശന്മാര് കർത്താവിനടുത്ത് വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ച് കൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരും ഹെരോദരും കൂടെ അവന്റെ അടുക്കൽ അയച്ചു, ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകിയാൽ ആരെയും നീ ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ യേശുവിനെ പുകഴ്ത്തി പറയുന്ന ഒരു കൂട്ടം പരീശന്മാരും ശാസ്ത്രികളെയും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലെ ചില പരീശന്മാരും ശാസ്ത്രികളും നമ്മെ ഉയർത്തി പറയും. എന്നാൽ നാം ബുദ്ധിയുള്ളവരായി, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അവർ നമ്മെ ഉയർത്തി പറയുമ്പോൾ ഏതോ വാക്കുകളെ കൊണ്ട് നമ്മെ കുടുക്കുവാൻ അവർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന്
പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശു അവരോട്, ദുഷ്ടത അറിഞ്ഞ് കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പൊ നമ്മെ പരീക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്ന, ദൈവവചനത്തെ പാലിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷകനുണ്ട്. അവൻ പൈശാചിക മണ്ഡലത്തിലെ പിശാചിന്റെ അന്ധകാര ശക്തി നാം പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകനായി കടന്നു വരും. പരീക്ഷകന്റെ ഒരു സ്വഭാവം, അവൻ വാക്കിനാൽ നമ്മെ കുടുക്കുവാനും, ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കപ്പെട്ടാൽ ഹൃദയ വേദന ഉണ്ടാകും, ഹൃദയം മുറിയപ്പെടുവാനിട വരും. എന്നാൽ ഒരുവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അവനെ സകല സത്യത്തിലും വഴി നടത്തുന്ന ഒരു ദൈവീക സാന്നിധ്യത്തെ, ഒരു ദൈവീക അനുഭവത്തെ അവന് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ചില ശാസ്ത്രികളും ചില പരീക്ഷന്മാരും നമ്മെ ഉയർത്തി പറയുമ്പോൾ മനസ്സിലാക്കണം, അവർ നമ്മെ ചില വാക്കിനാൽ കുടുക്കുവാൻ വേണ്ടി നമ്മെ പുകഴ്ത്തുകയാണെന്ന് നാം മനസ്സിലാക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. എനിക്ക് എന്ത് തോന്നുന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞിട്ട് കപടഭക്തിക്കാരെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിലുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപം മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന്, കൈസറുടേത് എന്ന് അവൻ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളതും ദൈവത്തിന് കരം കൊടുപ്പിൻ എന്ന് അവർ അവരോട് പറഞ്ഞു. അവർ കേട്ടിട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയി കളഞ്ഞു. അപ്പൊ യേശുവിനെ വാക്കിനാൽ കുടുക്കുവാൻ വന്ന പരീശന്മാരും ശാസ്ത്രികളും കർത്താവിന്റെ ശബ്ദം കേട്ട് തങ്ങൾ വാക്കിനാൽ കുടുക്കപ്പെടുവാൻ വന്ന ശാസ്ത്രികളും പരീശന്മാരും വിചാരിച്ചു, കർത്താവിന്റെ മധ്യയില് ഇതിന് ഉത്തരമില്ലെന്ന് ഒരു ചിന്തയായിരിക്കാം. അവർ ഈ കരം, അതേ ഈ വെള്ളിക്കാശ് കൈസർക്ക് ഇത് കരം കൊടുക്കുന്നത് വിഹിതമെന്നോ എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്നുള്ള ഒരു വാക്കിനാൽ അവർ ആശ്ചര്യപ്പെട്ട് കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, അഖിലത്തിന്റെയും ഉടയവനായ സർവസൃഷ്ടാവായ ദൈവത്തെ മാനുഷിക ശക്തികൾ പരീക്ഷിച്ചുവെങ്കിൽ നമ്മെയും പരീക്ഷിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്, ഒരു അന്ധകാര ശക്തിയുണ്ട്, ഒരു വാഴ്ചയുടെ അധികാര ശക്തികളുണ്ട്. നാം ജ്ഞാനത്തോടെ വാക്കുകളെ പറയുന്നവരായി മാറുവാൻ സാധിക്കണം. അതേ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേ വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 8-3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷ ചോദിച്ചതെന്ന് അറിയുന്നു. അപ്പൊ യേശുവിനെ പരീശന്മാർ വീണ്ടും അതേ വാക്കിനാൽ കുടക്കപ്പെടുവാൻ ഒരു വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കർത്താവിന്റെ മുന്നിൽ അതേ കൊണ്ടുവരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വാക്കിനാൽ കുടുക്കപ്പെടുന്ന പൈശാചിക മണ്ഡലം, മാനുഷിക ശക്തികൾ
കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് വീണ്ടും വ്യഭിചാര പ്രക്രിയയിൽ നിന്നും പിടിച്ച ഒരു സ്ത്രീയെ കർത്താവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. പരീക്ഷ ചോദിച്ചിരുന്നു. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങൾ പാപമില്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ട് മനസ്സാക്ഷിയുടെ ആശയഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. ഇളയവരും യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും രക്ഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. യേശു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അത് വെണ്ണയെ പോലെ ആക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നിന്റെ പാപത്തെ എത്ര കടും ചുമപ്പാണെങ്കിലും അത് ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞുകൊണ്ട് നിന്നെ വെളിച്ചമുള്ളവനായി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവിക കരുതലിനെ, ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിനക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ, മാനുഷിക വാക്കുകൾ പലതും നമ്മെ വേദനപ്പെടുത്തി, നമ്മളെ അസ്വസ്ഥതപ്പെടുത്തി, അത് നമ്മുടെ നിത്യ ജീവനെ നഷ്ടപ്പെടുത്തുന്നതാണ്. പല മാനുഷിക വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ആത്മഹത്യയുള്ള ടെൻഡൻസ് കൊണ്ടുവരുന്നതാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വാക്കുകളെ അത് ഹൃദയത്തിൽ വേദനപ്പെടുമ്പോൾ, നീ പരിശുദ്ധാത്മാവിനാൽ നയിച്ച വ്യക്തിയാണെങ്കിൽ അത് നിശ്ചയമായി പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, ഒരു വാക്കിനാൽ ഹൃദയം മുറിയപ്പെട്ടാൽ യേശുവിൻ നാമത്തിൽ അത് കമാൻഡിങ് ചെയ്താൽ ആ മുറിയപ്പെട്ട വാക്കുകൾ മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായി മാറുവാൻ സാധിക്കണം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, കർത്താവിന്റെ യാത്ര മുഴുവനിലും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എവിടെയോ കർത്താവ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് എവിടെയോ യാത്ര തുടങ്ങി, അവിടെ തൊട്ടാണ് കർത്താവിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുവാനിട വന്നത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവ്, സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറിയപ്പോഴാണ് പിശാച് പരീക്ഷകനായി കടന്നു വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനു മുമ്പേ ഒരു പിശാചിനും യേശുവിനെ വേണ്ടാത്ത ഒരവസ്ഥയായിരുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. താൻ യാത്രവേളയിലാണ് പരീക്ഷകനായി കടന്നു വന്ന പിശാചിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും ഇതുപോലെ ചില പരീക്ഷന്മാരും ശാസ്ത്രികളും സ്നേഹം നടിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ വന്നുകൊണ്ട്, നമ്മുടെ കുടുംബ കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട്, ഉള്ളിൽ ചിരിച്ചുകൊണ്ട്, അതെ, നമ്മെ ഹൃദയ വേദനകളെ, ഹൃദയത്തെ മുറിയപ്പെടുത്തുന്ന, ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഹൃദയത്തെ തകർക്കുവാൻ കഴിയുന്ന, കുടുംബത്തെ തകർക്കുവാൻ കഴിയുന്ന ചില വാക്കുകൾ പുറപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ നീ ഒന്നും ഉൾക്കൊള്ളാതെ, അതിനെ ആ വഴിക്ക് തന്നെ വിട്ടുകളഞ്ഞുകൊണ്ട് ഹൃദയത്തെ മുറിയപ്പെടുത്തുന്ന വാക്കുകൾ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് ജയം പ്രാപിക്കുവാൻ സാധിക്കണം. അതിന് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 12:1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച്
ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ലോകക്കാർ പറയും നീ ഇല്ലാതാകും, നീ നശിച്ചു പോകും, നീ അതൊന്നും വിശ്വസിക്കരുത്. നിന്നെ വിളിച്ചവനായ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ഏക സത്യ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. നിന്നെ വിളിച്ചവൻ അവൻ വിശ്വസ്തനാണ്. അവൻ നിശ്ചയമായി നിന്നെ നടത്തുന്നവനാണ്. മനുഷ്യന്റെ വാക്കുകൾ നീ കേൾക്കരുത്. മനുഷ്യന്റെ വാക്കുകൾ കാപട്യ വാക്കുകളാണ്. അത് നിന്നെ തകർത്ത് കളയുവാനാണ്. സ്നേഹം നടിച്ച് നിന്നോട് പറയുമ്പോൾ ഉള്ളിൽ അസൂയയും കുശുമ്പുമാണ്, ഉള്ളിൽ ചതിയും വഞ്ചനയുമാണ്, ഉള്ളിൽ പരദൂഷണവും ദൂഷണം പറയുന്ന വ്യക്തിയായി, അതേ മറ്റ് സ്ഥലങ്ങളിൽ പോയി പരദൂഷണം പറയുന്ന വ്യക്തിയായി നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ മുറിയപ്പെടുത്തുന്നതാണ്. അത് ദൈവവചനം നാം പഠിപ്പിക്കുന്നത്, അതേ നീ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, സങ്കീർത്തനം 1 ദാവീദ് പറയുകയാണ്, ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ നടക്കാതെയും ഈ പാവികളുടെ വഴിയിൽ ഇരിക്കാതെ, ഒരുവൻ പാവിയാണെന്ന് നീ അറിഞ്ഞുകൊണ്ട് അവന്റെ കൂടിരുന്നാൽ അതേ നീയും പാപത്തിൽ അകപ്പെടുന്നവനായി മാറപ്പെടും. നീയും ആ പാപത്തിന് കൂട്ടുപങ്കാളിയായി മാറുകയാണ്. ഒരുവൻ മദ്യപാനിയാണെന്ന് അറിയുമ്പോൾ അവന്റെ കൂടെ നീ ഇരുന്നാൽ നീയും ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കുന്നവനായി, ദൈവവചനത്തെ അനുസരിക്കാത്തവനായി നീ മാറുകയാണ്. സങ്കീർത്തനം 1 പറയുകയാണ്, നീ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ദൈവത്തിന്റെ വചനം നീ രാവും പകലവും ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വായിച്ച് അത് വൈകാട്ടായിട്ട് പഠിക്കുവാൻ സാധിച്ചാൽ നീ ഭാഗ്യമുള്ളവനായി മാറുവാൻ സാധിക്കും. ലോകത്തിന്റെ ഭൗതിക നന്മകളല്ല ഭാഗ്യം. നിത്യത നേടുവാൻ നിനക്ക് ഭാഗ്യമായി ഉള്ളത് ദൈവത്തിന്റെ വചനമാണ്. അത് ജീവനും ചൈതന്യമുള്ള വചനമാണ്. ആ വചനമാണ് നിന്നെ നടത്തുന്നത്. ആ വചനമാണ് നിന്നെ പുലർത്തുന്നത്. എന്റെ പ്രിയ സഹോദരന്മാരെ, എന്റെ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലരും വാക്കിനാൽ കുടുക്കപ്പെടുമ്പോൾ അതിലൊന്നും നാം നിരാശരാകാതെ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. യെശയ്യാ പ്രവചനം അതിന്റെ 55-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പലപ്പോഴും നമ്മുടെ വിചാരങ്ങൾ ലോകത്തിന്റെ വിചാരമാണ്. എന്നാൽ നമ്മെ കുറിച്ച് നമ്മുടെ പിതാവായ ദൈവം കർത്താവിന് നമ്മെ കുറിച്ച് വലിയ വിചാരമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ര വലിയ നമ്മെ പറ്റിയുള്ള ദൈവത്തിന്റെ വിചാരമാണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, നാം ദൈവവചനം അനുസരിക്കുന്നവരായി മാറുവാൻ സാധിക്കണം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല. നമ്മുടെ ദൈവത്തിന്റെ വഴിയും നമ്മുടെ വഴിയും വ്യത്യസ്തമാണ്. നമ്മുടെ യാത്രയും ദൈവത്തിന്റെ യാത്രകളും വ്യത്യസ്തമാണ്. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലാണ് നമ്മുടെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും. ദൈവത്തിന്റെ വഴികളും നമ്മുടെ വഴികളും ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലാണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മെ വാക്കുകൊണ്ട് സ്നേഹം നടിച്ച് നമ്മുടെ ഭവനത്തിൽ വരുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരുടെ ചിന്താ മണ്ഡലത്തിലുള്ള ദുശ്ചിന്ത,
നമ്മെ വാക്കിനാൽ മുറിയപ്പെടുത്തി നമ്മുടെ കുടുംബത്തെ തകർക്കുവാൻ അതുകൊണ്ട് ഉള്ളുകൊണ്ട് ചിരിക്കുന്ന പരീക്ഷന്മാരെയും ശാസ്ത്രികളെയും ചില അന്ധകാര ശക്തികളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് നാം ദൈവവചനത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നവനായി, നാം പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അനന്തരം പരീക്ഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ച് കൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരും ഹെരോദ്യരോട് കൂടി അവന്റെ അടുക്കൽ ആളെ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴിയെ നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകിയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, യേശുവിന്റെ അടുത്ത് പരീക്ഷന്മാരും ശാസ്ത്രീയന്മാരും വാക്കിനാൽ കുടുക്കപ്പെടുവാൻ വന്നു എങ്കിൽ സർവത്തിന്റെയും ഉടയവനായ ദൈവത്തിന്റെ മുന്നിൽ, അഖിലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ മുന്നിൽ മാനുഷിക ശക്തികൾ വാക്കിനാൽ കുടുക്കപ്പെടുവാൻ വന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ മധ്യയും ചില പരീക്ഷന്മാരും ശാസ്ത്രികളും ദുഷ്ടശക്തികളും ചില വാക്കിനാൽ കുടുക്കപ്പെടുവാൻ കടന്നു വരും. അതിലൊന്നും നീ ഫലപ്പെടാതെ ആ വാക്കുകളെ നീ കാര്യമാക്കരുത്. നീ ദൈവത്തിന്റെ വചനത്തെ കാര്യമാക്കിക്കൊണ്ട് അവിടുത്തെ വചനത്തെ ഭയപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുവാൻ ഇന്ന് ഒരു തീരുമാനമെടുത്താൽ ഭയത്തിന്റെ എല്ലാ ശക്തികളെയും മാറ്റുവാൻ കഴിയുന്ന, ഭയത്തിന്റെ വാക്കിന്റെ ശക്തികളെ, ഹൃദയത്തിനുള്ളിൽ വേദനപ്പെട്ട ചില വാക്കുകളുണ്ട്. ഈ രാത്രിയുടെ യാമങ്ങളിൽ ആ വാക്കുകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു പ്രപഞ്ചത്തിന്റെ സർവത്തിന്റെ ഉടയവനായ ദൈവിക സാന്നിധ്യം ഇതിന്റെ മധ്യയിലുണ്ട്. 2-3 പേരുടെ നാമത്തിൽ ഒരുമനപ്പെട്ട് എവിടെ കൂടുന്നു അതിന്റെ മധ്യയിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് അതേ നമ്മുടെ മധ്യയിലുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, അതേ സ്നേഹം നടിച്ചുകൊണ്ട് വാക്കിനാൽ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്നവരെ നാം ജാഗ്രതയോടെ നോക്കുന്നവരായി, വാക്കിനാൽ നാം വീടുപെട്ടു പോകാതെ, വാക്കിനാൽ നാം കുടുക്കപ്പെടാതെ ജ്ഞാനത്തോടെ സംസാരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ അപ്പം കടന്നു വരുന്നു. നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അനേകര് ഹൃദയത്തിൽ വേദനപ്പെട്ട അവസ്ഥകൾ എല്ലാം യേശുവിൻ നാമത്തിൽ എല്ലാ മുറിവുകളും, വാക്കിനാൽ മുറിവുകളും ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും പൂർണ്ണമായ ഒരു സൗഖ്യത്തെ കൽപ്പിക്കുന്നു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ എല്ലാ മുറിവുകളും സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവേ, കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.